ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ ടാഗ് ലൈൻ: ഇനി ദൈവം നേരിട്ട് ഇറങ്ങും. എൻ ശത്രുവേ, നീ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, നീ വീഴും, നിന്റെ വീഴ്ച വലിയതായിടും. കാരണമൊന്നുമില്ലാതെന്നെ ദ്രോഹിച്ച ശത്രുക്കൾ വീഴുന്നത് കണ്ടിട്ടുണ്ടു ഞാൻ. എൻ ശത്രുവേ, നീ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, നീ വീഴും, നിന്റെ വീഴ്ച വലിയതായിടും. എൻ്റെ കഷ്ടകാലത്ത്, എൻ്റെ ഞെരുക്കത്തിന്റെ സമയത്ത്, ഒരു 7.5 വർഷം കടന്നുപോയ കടബാധ്യതകൾ, പലവിധമായ ഉപദ്രവങ്ങൾ, ഞെരുക്കങ്ങൾ, തകർച്ചകൾ, അപമാനങ്ങൾ, നിന്ദകൾ, ഈ സാഹചര്യത്തിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ നോക്കി പരിഹസിച്ചപ്പോൾ, നിന്ദിച്ചപ്പോൾ, എന്നെ പരമാവധി നിരാശയിലേക്ക് തള്ളിവിടുവാൻ അവർ ശ്രമിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചില വരികളാണ് അത്. എൻ ശത്രുവേ, നീ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, നീ വീഴും, നിന്റെ വീഴ്ച വലിയതായിടും. കാരണമൊന്നുമില്ലാതെന്നെ ദ്രോഹിച്ച ശത്രുക്കൾ വീഴുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ. കാരണം കൂടാതെ നിന്നെ ദ്രോഹിക്കുന്ന ശത്രുക്കൾ ഉറപ്പായിട്ടും വീഴും. നിന്റെ കണ്ണാല് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലത്തെ നീ കാണുമെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഇന്ന് നാം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുവാൻ പോകുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ്. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരുടെ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവം നേരിട്ടിറങ്ങുന്ന സമയം ആസന്നമായിരിക്കുകയാണ്. ഇതുവരെയും ദൈവം ഫറവോനോടും അവന്റെ സൈന്യത്തോടും അവന്റെ മന്ത്രവാദികളോടും യുദ്ധം ചെയ്തത് തന്റെ ദാസന്മാരിലൂടെയും ദൂതന്മാരിലൂടെയും എല്ലാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. പലവിധമായ ഉപദ്രവങ്ങൾ അവരെ ഞെരുക്കിക്കൊണ്ടിരുന്നു, അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓരോ തവണ ദൈവം അവർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും, എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയച്ചില്ലെങ്കിൽ നിനക്ക് നേരിടാൻ പോകുന്നത് വലിയ ഉപദ്രവങ്ങളുമായിരിക്കുമെന്നെല്ലാം മുന്നറിയിപ്പ് കൊടുത്ത് തൻ്റെ ദാസന്മാരിലൂടെ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ചു. ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു കഴിയുമ്പോൾ, ഓരോ ബാധകൾ അവൻ ഏൽക്കുമ്പോൾ അവൻ പറയും, ഇല്ല, ഇനി ഞാനിനി ഉപദ്രവിക്കില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കാനായിട്ട്, ഈ ബാധ വിട്ടുമാറേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറയും. അങ്ങനെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ബാധ അവരെ വിട്ടു മാറും. അപ്പോൾ വീണ്ടും അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അവരെ വിട്ടയക്കാതിരിക്കും. പല പ്രാവശ്യം തന്റെ ജനത്തെ ദൈവത്തിന്റെ ജനത്തെ വഞ്ചിച്ചു, പല പ്രാവശ്യം ഉപദ്രവിച്ചു. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടിട്ടും അവന്റെ ഹൃദയത്തെ അവൻ കഠിനമാക്കിക്കൊണ്ടിരുന്നു. അവൻ വിചാരിച്ചു ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ നിസ്സാരമാണ് എന്നെല്ലാം വിചാരിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു നാൾ ദൈവം പറഞ്ഞു, ഇന്ന് ഞാനൊരു വലിയ അടയാളം ഫറവോന്റെ മിസ്രൈമിൽ വരുത്തുവാനായിട്ട് പോവുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു ആട്ടിൻകുട്ടി എടുക്കണം. നിങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ ഓരോ വീടുകളിലും ഓരോരുത്തർക്ക് ഒത്തവണ്ണം ഒരു ആട്ടിൻകുട്ടി എടുക്കണം, അതിന് സൂക്ഷിക്കണം. അതിനുശേഷം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം, അതിന്റെ രക്തം എടുത്ത് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. ഇന്ന് രാത്രിയിൽ സംഹാരദൂതൻ അതുവഴിയായിട്ട് കടന്നു പോകും. ഈ രക്തം കാണുമ്പോൾ ഞാൻ ആ വീടുകളെ ഒഴിഞ്ഞു പോകും. അതെ, അന്ന് രാത്രി സംഹാരദൂതൻ അതിലെ വരികയുണ്ടായി. സംഹരിക്കുവാൻ കഴിവുള്ള ഒരൊറ്റ ദൂതൻ, ദൈവത്തിന്റെ ഒരൊറ്റ ദൂതൻ മതി 1,44,000 പേരെയൊക്കെ ഈസി ആയിട്ട് കൊന്നുകളയുവാൻ തക്കൊണ്ട് ആ ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് അന്ന് രാത്രി മിസ്രൈമിലുള്ള ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്നവന്റെ ആദ്യജാതൻ വരെയുള്ള സകല കുടുംബത്തിലും, മിസ്രൈമരുടെ സകല കുടുംബത്തിലുള്ള ആൺതരികളെ, മൂത്ത ആണുങ്ങളെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഫറവോനും അവന്റെ ജനങ്ങളും മന്ത്രവാദികളും എല്ലാം പറഞ്ഞു, ശരി, നിങ്ങൾ വേഗം വിട്ടുപോയിക്കൊള്ളൂ, നിങ്ങൾ ഏരി വിട്ടുപോയിക്കൊള്ളൂ, ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ പൊന്നും പണ്ടവും സ്വർണവും വെള്ളിയും എല്ലാം കൊടുത്ത് അവരുടെ 430 വർഷത്തെ അധ്വാനത്തിന്റെ ഫലങ്ങളെല്ലാം തിരികെ കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നത് നമുക്ക് കാണുവാൻ. വലിയൊരു കൊള്ള ഇട്ടുകൊണ്ട് 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും അനേക സ്ത്രീകളും അനേക കുഞ്ഞുങ്ങളുമായിട്ട് അവർ ഒരു വലിയ ഗണം അവിടുന്ന് പുറപ്പെടുകയാണ്. ആടുമാടുകളും സമ്പത്തുകളുമായിട്ട് അവരെ പുറപ്പെടുകയാണ്. അങ്ങനെ അവർ പുറപ്പെട്ടു വരുമ്പോൾ ദൈവം മരുഭൂമിയിൽ അവരല്പം ചുറ്റി നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാരണം യുദ്ധം കാണുമ്പോൾ അവർ ചിലപ്പോൾ പേടിച്ചു പോകും. അനേക അടിമത്തത്തിൽ ജീവിച്ച് അനേക വർഷം അടിമകളായിരുന്ന അവർക്ക് ചെറിയൊരു യുദ്ധത്തിൽ പോലും ഭയമാണ്. ഒരു ഊഴിയക്കാരന്റെ ഒരു വാക്ക് പോലും അവർക്ക് ഭയമുളവാകുന്നതാണ്. അതുകൊണ്ട് അവർ തിരിച്ചു പോകുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം അവരെ അല്പം ചുറ്റി നടത്തുമാറാക്കി. അങ്ങനെ
അവർ ചെങ്കടൽ വഴിയായിട്ട് വന്ന് ചെങ്കടലിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവിടെ കുഞ്ഞുങ്ങളെ അടക്കം ചെയ്യുന്ന ജോലിയായിരുന്നു ഇവരെ പറഞ്ഞയക്കുമ്പോൾ. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം അടക്കം ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഫറവോ പറഞ്ഞു, അവർ നമ്മളെ വിട്ടുപോയി, ഇനി നമുക്ക് മറ്റേ അടിമവേല ചെയ്യുവാനായിട്ട് ആളുകളില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പിന്തുടർന്ന് അവരെ പിടിക്കണമെന്ന് പറഞ്ഞ് ഉള്ള രഥങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കുതിരപ്പടയാളികളും രഥങ്ങളും എല്ലാമായിട്ട് അവർ വലിയ സൈന്യത്തോടൊപ്പം ഫറവോൻ പുറപ്പെടുകയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെ തിരികെ കൊണ്ടുവരുവാൻ തക്കൊണ്ട് അവർ പുറപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ ജനം നിലവിളിച്ചു, ദൈവം മോശയോട് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക. അങ്ങനെ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ട് ഉണങ്ങിയ നിലത്തോടെ ഇവർ മറുകര കിടക്കുകയാണ്. എന്നാൽ ദൈവം തൻ്റെ വെളിച്ചം ഇവർക്ക് അനുകൂലമായും അവർക്ക് പ്രതികൂലമായിട്ട് നിർത്തി. അങ്ങനെ അവർക്ക് ഇരുട്ടും ഇവർക്ക് വെളിച്ചം കൊടുത്തുകൊണ്ട് അവരെ മറുകര കിടത്തി. എന്നിട്ടും അവരെ പിന്തുടരുകയാണ്. അതെ, ദൈവജനത്തെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ജാതികൾക്ക് ദൈവം ഇരുട്ട് കൊടുത്താലും അവർ പഠിക്കുകയില്ല. അവർ പിന്നാലെ പിന്തുടരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഒടുവിൽ അവർ ആ കടലിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ദൈവം അവരെ ഒന്ന് നോക്കി. അതെ, ദൈവം നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയ ഒരു സമയം. അതുവരെയും ദൈവം തൻ്റെ ദൂതന്മാരിലൂടെ തൻ്റെ ദാസന്മാരിലൂടെ അവരോട് സംസാരിച്ചിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ല. അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോൾ മരിക്കുവാൻ വേണ്ടി തയ്യാർ ചെയ്ത് ചെങ്കടലിലേക്ക് അവർ വന്ന് ഭവിച്ചിരിക്കുകയാണ്. അതെ, ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി എന്നാണ് പറയുന്നത്. അവരിപ്പോൾ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് പിടിക്കുവാൻ ശ്രമിച്ച അവരിപ്പോൾ ചെങ്കടൽ നടുവിൽ നിൽക്കുക. ദൈവം നോക്കിയപ്പോൾ അവർ പറയുന്ന വാക്കാണ്, അയ്യോ മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരുടെ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരുടെ യുദ്ധം ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞു. ഇത്രയും നാൾ അവർ മോശയാണ് കണ്ടത്, ഇത്രയും നാൾ അവർ ആ സംഹാര ദൂതനെയാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ അവർ കാണുന്നത് ദൈവത്തെയാണ്. ദൈവം നേരിട്ടിറങ്ങി മിസ്രൈമിനെതിരെ യുദ്ധം ചെയ്യുന്നതാണ് കണ്ടത്. നാം ഓടിപ്പോകാം, നാം ദൈവത്തെ കണ്ടിരിക്കുന്നു, ദൈവം ആ ജനത്തിനു വേണ്ടി നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇവർ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തിരിയാൻ തുടങ്ങി. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടാനായിട്ട് പറഞ്ഞു. അതെ, ആ വടി നീട്ടി ചെങ്കടൽ രണ്ടായിട്ട് പിരിഞ്ഞിരുന്നത് ഒന്നായിട്ട് ചേരുകയും ഇവരെല്ലാം ശവങ്ങളായിട്ട് ആ ചെങ്കടലിൽ പൊങ്കെടുക്കുകയും ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് നിന്നെ പീഡിപ്പിക്കുന്ന ജനത്തെ കണ്ട് ഭാരപ്പെടേണ്ട. നിനക്കൊരു പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ കണ്ട് നീ പ്രയാസപ്പെടേണ്ട. കാരണം ദൈവം നേരിട്ട് ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. പല രീതിയിലും ദൈവം അവർക്ക് വാൺ ചെയ്തിട്ടുണ്ട്. പല സ്വപ്നങ്ങൾ മുഖാന്തരം, പല ആളുകൾ മുഖാന്തരം, പല രീതിയിലും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും വകവയ്ക്കാതെ നിന്നെ അപമാനിക്കുവാൻ, നിന്നെ നിന്ദിക്കുവാൻ, നിന്നെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം നീ ഒരു ദൈവത്തിന്റെ മകനോ മകളോ മാത്രമായതുകൊണ്ട് നിനക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ വീഴുവാനായിട്ട് പോവുകയാണ്. അത് ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ വിരിച്ച വലയിൽ അവരുടെ കാല് തന്നെ അകപ്പെടുവാനായിട്ട് പോവുകയാണ്. ദൈവം തൻ്റെ ന്യായവിധിക്കായിട്ട് നേരിട്ട് ഇറങ്ങി വരുവാനായിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഒരു കടഭാരത്തിലായിരിക്കാം, ഒരു രോഗത്തിലായിരിക്കാം, ശത്രു നിന്നെ കണ്ട് സന്തോഷിക്കുന്ന രീതിയിൽ നിന്നെ അപമാനിക്കുന്നുണ്ടായിരിക്കാം, നിന്ദിക്കുന്നുണ്ടായിരിക്കാം, നിന്നോട് വാങ്ങിയിരിക്കുന്ന പണം തിരികെ തരാതെ നിന്നെ വഞ്ചിക്കുന്നുണ്ടായിരിക്കാം, വാക്ക് മാറുന്നുണ്ടായിരിക്കാം. എന്നാൽ നീ ഭാരപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. നീ അല്പം വെയിറ്റ് ചെയ്യുക. നീ ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദിവസമുണ്ട്. ദൈവം തന്നെ ദൂതന്മാരിലൂടെ, ദൈവം തന്നെ ദാസന്മാരിലൂടെ നേരിട്ട് ഇടപെട്ടിട്ടും അവർ അനുസരിക്കാതിരിക്കയാൽ ദൈവം തന്നെ നേരിട്ടിറങ്ങി വന്ന് അവരെ ഉന്മൂലനാശം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ശത്രു വീണഴിയുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി കാണും. ശത്രുവിന്റെ ഇടത്ത് നീ സൂക്ഷിച്ചു നോക്കും, നീ അവരെ കാണുകയില്ല. അവിടെ എങ്ങാ ഉണ്ടോ എന്ന് നീ ഒന്ന് നോക്കും, അവർ നിനക്ക് കാണുവാനായിട്ട് പറ്റുകയില്ല. ദൈവം അവരെ നിർമൂലമാക്കി കളയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിന്റെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിനക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങി വരുന്ന ഒരു യുദ്ധം ചെയ്യുന്ന ദൈവം നമുക്കുണ്ട്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീരം പ്രവർത്തിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ സാഹചര്യം എന്തായിക്കോട്ടെ, എത്ര വർഷമായിക്കോട്ടെ ഈ സാഹചര്യത്തിൽ നീ കടന്നു പോകുന്നു, എന്നാൽ ഇതിനൊരു അവസാനമുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും നിന്നെ ആ ഉപദ്രവത്തിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ ഒരു ബാധയിൽ നിന്ന്, ആ ഒരു പ്രയാസത്തിൽ നിന്ന്, ആ ഒരു ഞെരുക്കത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുകയും ചെയ്യും. തന്നെയല്ല, നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ആയുസ്സിന് മുമ്പ് നിന്നെ തൊടുവാൻ ഒരു മനുഷ്യനും ഈ ഉലകത്തിൽ സാധ്യമല്ല, ഒരു പിശാചിനും ഈ ഉലകത്തിൽ സാധ്യമല്ല. കാരണം ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം?
അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നീ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു പിതാവേ, അടിയങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു കർത്താവ്. ഇന്ന് വചനം തന്നതിനായിട്ട് സ്തോത്രം. വചനം കേട്ട ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിക്കണമേ കർത്താവ്. വിശേഷിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇപ്പോൾ മാത്രമല്ലല്ലോ കർത്താവ്, ഞങ്ങളെ പേഴ്സണൽ പ്രാർത്ഥനയിൽ ഞങ്ങൾ അവരെ ഓർക്കുന്നുണ്ടല്ലോ കർത്താവെ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ. അവരുടെ പ്രതിസന്ധികളെ നീ മാറ്റണമേ കർത്താവെ. അവരുടെ രോഗങ്ങളെ നീ സൗഖ്യമാക്കണമേ കർത്താവെ. അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുവാൻ തക്കൊണ്ട് നീ ഇടപെടണമേ കർത്താവെ. നിന്റെ നാമം അവരുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തണമേ എന്ന് അടിയങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് നല്ല ദൈവമായതുകൊണ്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.